ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ജൂൺ 19 വായനാ ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വായനാ ദിനത്തോടനുബന്ധിച്ച് 50 ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ക്യൂസ് മത്സരങ്ങളിലെല്ലാം പങ്കെടുക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്രദമായ വീഡിയോയാണ്. പരീക്ഷകളിലെല്ലാം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ വായനാ ദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യൂസ്, അതുപോലെ തന്നെ സ്പീച്ച്, എസ്സേ റൈറ്റിംഗ് എന്നിവയുടെ എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം PN പണിക്കർ. രണ്ടാമത്തെ ചോദ്യം, PN പണിക്കരുടെ മുഴുവൻ പേര് എന്ത്? ഉത്തരം പുതുവായിൽ നാരായണ പണിക്കർ. അടുത്ത ചോദ്യം, ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1996 ജൂൺ 19. നാലാമത്തെ ചോദ്യം, PN പണിക്കർ ജനിച്ചത് എവിടെയാണ്? ഉത്തരം നിലമ്പേരൂർ, ആലപ്പുഴ ജില്ലയിൽ. ആറാമത്തെ ചോദ്യം, PN പണിക്കരുടെ ചിത്രം ആലേഖനം ചെയ്ത സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏത് വർഷം? ഉത്തരം 2006 ജൂൺ 19. അടുത്ത ചോദ്യം, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഏഴാമത്തെ ചോദ്യം, കേരള വിദ്യാഭ്യാസ വകുപ്പ് വായനാ വാരമായി ആചരിക്കുന്നത് ജൂൺ 19 മുതൽ ഏത് ദിവസം വരെയാണ്? ഉത്തരം ജൂൺ 25 വരെ. അടുത്ത ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ മുഖപത്രം? ഉത്തരം സാഹിത്യലോകം. ഒൻപതാമത്തെ ചോദ്യം, മലയാളം അച്ചടിയുടെ പിതാവ് ആരാണ്? ഉത്തരം ബെഞ്ചമിൻ ബൈലി. മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏത്? ഉത്തരം എൻ്റെ കഥ. 11ാമത്തെ ചോദ്യം, രാമായണം എഴുതിയത് ആര്? ഉത്തരം വാൽമീകി. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ ഭരണഭാഷ ഏതാണ്? ഉത്തരം മലയാളം. 13ാമത്തെ ചോദ്യം, കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ മുഖപത്രം ഏതാണ്? ഉത്തരം ഗ്രന്ഥലോകം. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ സന്ദേശകാവ്യം ഏതാണ്? ഉത്തരം ഉണ്ണിനീലി സന്ദേശം. 15ാമത്തെ ചോദ്യം, മഹാഭാരതം രചിച്ചത് ആര്? ദേവവ്യാസൻ. 16ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത്? ഉത്തരം വാസനവികൃതി. 17ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? ഉത്തരം കുന്തലത. അടുത്ത ചോദ്യം, വീണപ്പൂവ് എഴുതിയത് ആര്? ഉത്തരം കുമാരനാശാൻ. 19ാമത്തെ ചോദ്യം, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പ്രശസ്തമായ നോവൽ എഴുതിയത്? ഉത്തരം M. മുകുന്ദൻ. 20ാമത്തെ ചോദ്യം, MT വാസുദേവൻ നായർ രചിച്ച നാലുകെട്ട് ആദ്യം പ്രസിദ്ധീകരിച്ചത് ഏത് വർഷമാണ്? ഉത്തരം 1958. 21ാമത്തെ ചോദ്യം, എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യ വനിത ആര്? ഉത്തരം ബാലാമണി അമ്മ. 22ാമത്തെ ചോദ്യം, വിലാസിനി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? ഉത്തരം MK മേനോൻ. 23ാമത്തെ ചോദ്യം, വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥം ഏത്? ഉത്തരം വിശുദ്ധ ഖുർആൻ. 24, ദി പോസ്റ്റ്മാൻ ആരുടെ ചെറുകഥയാണ്? രവീന്ദ്രനാഥ് ടാഗോർ. 25ാമത്തെ ചോദ്യം, കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്ന കൃതി ഏതാണ്? ഉത്തരം നളചരിതം ആട്ടക്കഥ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന പരമോന്നത പുരസ്കാരം? ഉത്തരം ജ്ഞാനപീഠം. 27ാമത്തെ ചോദ്യം, മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട സഞ്ചാര സാഹിത്യ കൃതി ഏത്? ഉത്തരം വർത്തമാന പുസ്തകം. ആട്ടക്കഥ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കൊട്ടാരക്കര തമ്പുരാൻ.
29ാമത്തെ ചോദ്യം കേരള കലാമണ്ഡലം സ്ഥാപിച്ചതാര്? ഉത്തരം വെള്ളത്തോൾ നാരായണ മേനോൻ. 30ാമത്തെ ചോദ്യം അമ്മ എന്ന റഷ്യൻ നോവൽ രചിച്ചത് ആരാണ്? മാക്സിം ഗോർക്കി. മലയാളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ നാടകം ഏത്? ഉത്തരം പാഠഭാക്കി. അടുത്ത ചോദ്യം പാണ്ഡവപുരം എന്ന നോവലിലെ രചയിതാവ് ആര്? ഉത്തരം സേതു. 33ാമത്തെ ചോദ്യം രാത്രിമഴ എന്ന കവിത രചിച്ചത് ആര്? സുഗതകുമാരി. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. 35ാമത്തെ ചോദ്യം യുദ്ധവും സമാധാനവും എന്ന വിഖ്യാത കൃതിയുടെ രചിച്ചത് ആര്? ഉത്തരം ലിയോ ടോൾസ്റ്റോയ്. അടുത്ത ചോദ്യം ഗാന്ധിജിയുടെ മരണത്തിൽ മനം നൊന്ത് വള്ളത്തോൾ രചിച്ച കാവ്യം ഏത്? ഉത്തരം ബാപ്പുജി. 37ാമത്തെ ചോദ്യം ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഇടശ്ശേരി ഗോവിന്ദൻ നായർ. സാരി ജഹാംസെ അച്ച എന്ന ദേശഭക്തി ഗാനം ഏതു ഭാഷയിലാണ് രചിച്ചത്? ഉറുദു ഭാഷയിൽ. അടുത്ത ചോദ്യം നാണി ടീച്ചർ ഏത് കൃതിയിലെ കഥാപാത്രം? ഉത്തരം മുത്തശ്ശി. 40ാമത്തെ ചോദ്യം ആത്മകഥ നോവലായി രചിച്ച നോവലിസ്റ്റ് ആര്? ഉത്തരം എസ്.കെ. പൊറ്റക്കാട്. അടുത്ത ചോദ്യം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചതാര്? ഉത്തരം ചെമ്മനം ചാക്കോ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം? ഉത്തരം കഥാബീജം. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ്? ഉത്തരം അവകാശികൾ. 44ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ മാപ്പിളപ്പാട്ട് കവിയാര്? ഉത്തരം മൊയ്തീൻ കുട്ടി വൈദ്യർ. 45ാമത്തെ ചോദ്യം പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം കണ്ടാണശ്ശേരിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കോവിലൻ. 47ാമത്തെ ചോദ്യം 1.25 കോടി മലയാളികൾ ആരുടെ രചനയാണ്? ഉത്തരം EMS നമ്പൂതിരിപ്പാട്. 48ാമത്തെ ചോദ്യം പൊൻകുന്നം വർക്കി തൂലികാ ചിത്രങ്ങൾ എന്ന കൃതിയുടെ നായിക? ഉത്തരം അക്കമ്മ ചെറിയാൻ. 49ാമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തെ പശ്ചാത്തലമാക്കി പി കേശവദേവ് രചിച്ച നോവൽ ഏത്? ഉത്തരം ഭ്രാന്താലയം. അവസാനത്തെ 50ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യ അവസർപ്പക നോവലായ ഭാസ്കരമേനോൻ എഴുതിയത് ആരാണ്? ഉത്തരം അപ്പൻ തമ്പുരാൻ. അപ്പോൾ ഇത്രയും 50 ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. വായനാ ദിനവുമായിട്ടുള്ള ക്വിസ് മത്സരങ്ങളിലെല്ലാം വളരെയധികം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. എല്ലാം LP UP ഹൈസ്കൂൾ HSS എന്നീ വിഭാഗക്കാർക്കും എല്ലാവർക്കും ഈ ചോദ്യങ്ങൾ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ റീഡിംഗ് ഡേ വായനാ ദിനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് പ്രസംഗവും അതുപോലെ തന്നെ essay അതുപോലെ തന്നെ കോട്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ എന്തായാലും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.